എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മളൊരു ന്യൂസ് കേട്ടിരുന്നു അല്ലേ? അയർലൻഡിൽ സാൻജോ സുനിൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ ആത്മഹത്യ ചെയ്ത ഒരു ന്യൂസ് നമ്മളൊക്കെ കേട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഭാര്യ സങ്കടം സഹിക്കാൻ വയ്യാതെ, എന്താ ലീഷ്മ ഫിലിപ്പ് എന്നാണ് ആ പുള്ളിക്കാരത്തിൻ്റെ പേര്. ഭാര്യ സങ്കടം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊരു ഫേക്ക് ന്യൂസും കൂടെ അതിൻ്റെ പുറകെ ഇങ്ങോട്ട് പുറത്തോട്ട് വരികയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് മലയാളി എല്ലാവരും നമ്മളൊക്കെ അങ്ങ് ഊഹിച്ചു, അല്ലെങ്കിൽ നമ്മളൊക്കെ അങ്ങ് ഉറപ്പിച്ചു ഈ സാൻജോ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മരണം ആത്മഹത്യയാണ് എന്ന് നമ്മൾ അങ്ങ് ധരിച്ചു. എന്നാൽ അതിൻ്റെ പിന്നിൽ ഒരു വമ്പൻ അട്ടിമറി നടന്നിട്ടുണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള ചില സൂചനകളിലേക്കുമാണ് ഈ കഥകളൊക്കെ വിരൽ ചൂണ്ടുന്നത്. ആ ഒരു കാര്യത്തിലേക്കാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാനായിട്ട് പോകുന്നത്. ഈ സാൻജോ സുനിൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇസ്രായേലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ലീഷ്മ ഫിലിപ്പ് എന്ന് പറയുന്ന ഈ പെണ്ണ് അയർലൻഡിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഇവർ ആദ്യമൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന വിവാഹബന്ധം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഉലച്ചിലോട്ട് വന്നു എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തേക്ക് അയർലൻഡിൽ ഒരു കിളവനുമായിട്ട് ഒരടുപ്പമുണ്ടായി. ഈ കിളവൻ ആദ്യം നമുക്കങ്ങനെയാണല്ലോ, ഈ ചില കിളവന്മാരൊക്കെ എങ്ങനെയാണെന്നറിയാമോ, ഈ എന്താ പറയുക, ഈ കൊച്ചു പെൺപിള്ളേരെയൊക്കെ കാണുമ്പോഴത്തേക്ക് അങ്ങ് അവരൊരു രക്ഷകൻ്റെ റോളിലാണ് അവതരിക്കുന്നത്. ആദ്യം അവരുടെ ലോക്കൽ ഗാർഡിയനായിട്ട് അവതരിക്കും, അല്ലെങ്കിൽ അവരുടെ അപ്പനായിട്ട് അവതരിക്കും, അല്ലെങ്കിൽ അങ്കിളായിട്ടൊക്കെ അങ്ങ് അവതരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇവന്മാർ ഈ ഒരു അടുപ്പം അല്ലെങ്കിൽ അങ്കിൾ എന്ന രൂപത്തിലുള്ള അടുപ്പം, അല്ലെങ്കിൽ അപ്പൻ എന്ന രൂപത്തിലുള്ള അടുപ്പം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെയാണ്, അല്ലെങ്കിൽ ലോക്കൽ ഗാർഡിയൻ എന്നുള്ള രൂപത്തിലുള്ള അടുപ്പം അങ്ങ് മുറുകി കഴിഞ്ഞിട്ടാണ് ഇവർ പിന്നെ എന്ത് ചെയ്യുന്നത്, മുതലെടുക്കുവാനായിട്ട് തുടങ്ങുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു. ഈ കിളവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, കിളവൻ ഈ പെണ്ണുമായിട്ട് അങ്ങ് അടുത്തു, ഭയങ്കരമായിട്ട് അടുപ്പം. അപ്പം ഈ അടുപ്പം അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് പ്രണയത്തിലോട്ടങ്ങ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പെണ്ണെന്ത് ചെയ്യുന്നു, ഈ കിളവൻ്റെ വീട്ടിൽ സന്ദർശകനായിരുന്നു. അതിനു മുൻപേ കിളവനെക്കുറിച്ച് ഒരു ചെറിയ ഒരു സൂചന നിങ്ങൾക്ക് തരണമല്ലോ. ഈ കിളവൻ ആരാന്ന് വെച്ചാൽ കിളവൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തതാണ്. അത് ആത്മഹത്യയാണ് എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ കേസാണ്. പക്ഷേ അതൊരു ആത്മഹത്യമല്ല, അതൊരു കൊലപാതകമാണ് എന്നുള്ളതിലേക്കാണ് ഈ സംഭവങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത്. അതിലേക്ക് നമ്മൾക്ക് വരാം. ഇദ്ദേഹത്തിന് 2 കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്. ഓക്കെ, ഈ പുള്ളിയുടെ, അതായത് ഈ കിളവന് 2 പിള്ളേരൊക്കെ ഉണ്ട്. കിളവൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ പേഷ്യൻ്റാണ്. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനാണ്. എന്നാലും കിളവൻ നിൽക്കുന്നത് അവിടെ അയർലൻഡിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ 2 പിള്ളേരുമായിട്ട് ഇയാൾ അങ്ങനെ അയർലൻഡിൽ താമസിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സഹതാപം അല്ലേ, ആ സഹതാപം തന്നെയാണ് ഇവിടെയും ഈ ലീഷ്മ ഫിലിപ്പ് എന്ന് പറയുന്ന സ്ത്രീക്ക് ആ കളവനോട് തോന്നിയത്. ഓക്കെ, പിള്ളേർ അമ്മയില്ലാതെ വളരുന്ന കുഞ്ഞുങ്ങൾ എന്നൊക്കെയുള്ളൊരു ഒരു 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 സഹാനുഭൂതി. ഓക്കെ, ആ പിള്ളേരെ ഇതിനകത്തോട്ട് വലിച്ചഴക്കേണ്ട, കാരണം അതുങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പൻ എന്ന ക്രൂരൻ്റെ ഒരു ക്രൂരമുഖം കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പെണ്ണ് അയാളുടെ വലയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് എന്തൊക്കെയോ അവിടെ നമ്മൾക്കറിയാം. ഈ ഉണക്കമീൻ്റെ നാറ്റം ഈ പുറത്തോട്ട് അങ്ങോട്ട് വരും. അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പുറത്തുള്ളവർക്കെല്ലാം നാറിയാലും ഇത് കഴിക്കുന്നവർക്ക് ഭയങ്കര രുചിയാണ് അല്ലേ എന്ന് പറയുന്നത് പോലെ ഈ അവിഹിതത്തിൻ്റെ രുചി ഇവരിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഏകദേശം പുറത്തുള്ള ആൾക്കാരുടെ ഇടയിലോട്ടൊക്കെ ഈ അവിഹിതം അങ്ങ് ക്ലച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് അറിഞ്ഞിട്ടാണ് ഈ സാൻജോ സുനിൽ എന്ന് പറയുന്ന വ്യക്തി എങ്ങോട്ടൊന്ന് പോയത്, അയർലൻഡിലോട്ട് പോയി അവിടെ എയർപോർട്ടിൽ ഇറങ്ങുന്നു. എന്തോ ദൈവഗുരുത്വത്തിന് ഈ പെണ്ണവിടെ അവനെ കൂട്ടാൻ വന്നു. അതൊരു നല്ല കാര്യമില്ലെങ്കിൽ ആ ചെറുക്കൻ അവിടെ പെട്ടുപോയനെ. ഓക്കെ, അവിടെ അങ്ങ് കൂട്ടാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ട് ആദ്യത്തെ നിബന്ധന ഇവൾ വെച്ച നിബന്ധന ഇതാണ്: നീ എന്ത് ചെയ്യണം, എൻ്റെ ഭർത്താവിനെ പോലെ പെരുമാറരുത്, നീ എൻ്റെ സുഹൃത്തായിട്ടേ പെരുമാറാവരുത്. അതെന്താണ് ലീഷ്മ, നിനക്ക് നിൻ്റെ ഭർത്താവിനെ പോലെ പെരുമാറാതെ സുഹൃത്തായിട്ട് പെരുമാറണം എന്നുള്ള ഒരു വലിയൊരു ഒരു കാര്യം നിൻ്റെ മനസ്സിലോട്ട് വരുവാനുള്ള കാരണം എന്താണ്? കാരണമുണ്ട്, പറയാം. കാരണം ഇവിടെ ഇവരുടെ ബന്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരുമായിട്ട്? കിളവൻ ഇവളെയും പറ്റിച്ചു, ഇവള് കിളവനെയും പറ്റിച്ചു. കിളവൻ്റെ അടുത്ത് ഇവള് പറഞ്ഞു ഒന്നെങ്കിൽ വിവാഹമോചിതയാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ വിവാഹിതയല്ല എന്നൊക്കെ പറഞ്ഞായിരിക്കും കിളവനും ഇവളും കൂടിയുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെ ചെന്നു. ഇത് കേട്ടതേ ഓർക്കുക, നമ്മൾ ഒരു ഭാര്യയോട് ഭർത്താവ് പറയുകയാണ്, അല്ലെങ്കിൽ ഭർത്താവിനോട് ഭാര്യ പറയുകയാണ്, നിങ്ങൾ എൻ്റെ സുഹൃത്തായിട്ട് പെരുമാറണം, ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഭർത്താവായിട്ടോ പെരുമാറരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അപ്പോൾ തന്നെ നമ്മൾ ഊഹിക്കാം അല്ലേ, അതിനകത്ത് എന്തോ ഒരു തരികിടയുണ്ടല്ലോ എന്ന് നമ്മൾ ഊഹിക്കാം. കാരണം അല്ല എങ്കിൽ ഭർത്താവിനെ ഭർത്താവായിട്ടും ഭാര്യയായിട്ടും സമൂഹത്തിന് മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനകത്ത് എന്താ തെറ്റിരിക്കുന്നത്? ഓക്കെ, അങ്ങനെ ഈ പുള്ളി വീട്ടിൽ ചെന്നു, ഈ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ നമ്മുടെ ഈ പുള്ളി സ്ഥിരം വിസിറ്ററായി. ആര്?
നമ്മുടെ ഈ കിളവൻ അവിടെ വിസിറ്ററായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരനത് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇയാളും അവിടെ ഉണ്ടായിരുന്ന സമയത്താണ്, ഇയാളും ഇവളും ഈ സാൻജോയും അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് സാൻജോ പോയിട്ട് ആത്മഹത്യ ചെയ്തത് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, എനിവേ എന്തായാലും അവരുടെ ആ ഒരു അതൊക്കെ കണ്ടപ്പോൾ, അതായത് ഈ ചെറുക്കൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള ആ ഒരു സിറ്റുവേഷനൊക്കെ അവിടെ കണ്ടവർ പറയുന്നു അതൊരു ആത്മഹത്യയാണെന്ന് ഒരിക്കലും പറയുവാനായിട്ട് പറ്റത്തില്ല. കാരണം ഈ ചെറുക്കൻ്റെ കാലൊക്കെ നിലത്ത് മുട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ എത്ര നമ്മുടെ കേരളത്തിൽ അങ്ങനെ എത്ര കേസുകൾ ആത്മഹത്യയായിട്ട് എഴുതി തള്ളിയിരിക്കുന്നല്ലേ. ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നല്ലോ പണ്ടൊരു ഫയർ വിങ്ങിൽ ഇങ്ങനെ പയർ പോലെ തുള്ളിക്കൊണ്ടിരുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പുള്ളിയുടെ ഭാര്യ മരിച്ചു പോയപ്പോഴും ആത്മഹത്യ ചെയ്തപ്പോഴും ഇതേപോലെ തന്നെയാണ്. ജനൽ കമ്പിയിൽ ഷോൾ കൊണ്ട് തൂങ്ങി നിലത്ത് മുട്ടിച്ച് കിടന്നു. പുള്ളീനെ ഇങ്ങനെ അതും ആത്മഹത്യയായിട്ട് എഴുതി തള്ളി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതും ആത്മഹത്യയായിട്ട്. എന്തായാലും അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊന്നും ഔദ്യോഗികമായി പുറത്തോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് അതിനകത്ത് നമ്മൾ ഒരു ചെറിയ ഹോപ്പ് വെക്കാം. എന്തായാലും കേരളത്തിൽ അത് എഴുതി തള്ളിപ്പോയി. ഓക്കെ, അവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇയാളുടെ മരണം, അതായത് ഭർത്താവിൻ്റെ മരണം സംഭവിച്ചപാടെ ഭാര്യയും ഇയാളും കൂടെ, അതാ ഞാൻ പറഞ്ഞത് ഫേക്ക് ആത്മഹത്യ ന്യൂസ് പുറത്തോട്ട് വന്നുവെന്ന്. ആക്ച്വലി ഈ പെണ്ണ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടൊന്നുമില്ല, അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു. ഫേക്ക് ന്യൂസ് എന്ന് വെച്ചാൽ ഭാര്യയുടെ വിഷമം സഹിക്കാൻ മേലാതെ അവളങ്ങ് ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഫേക്ക് നാടകം മാത്രമായിരുന്നു അത്. ഓക്കെ, അങ്ങനെ ഈ സ്ത്രീയും ഈ മധ്യവയസ്കനല്ല ഈ കളവനും കൂടെ എന്ത് ചെയ്തു, അവർ വേഗം ഇങ്ങോട്ട് കയറിപ്പോന്നു. കാരണം അവിടെ നിന്നാൽ നമ്മുടെ ഇവിടത്തെ പോലെയല്ല, അവിടെ കുറച്ച് നിയമങ്ങളൊക്കെ കുറച്ച് പ്രതികൂലമാണെന്നറിയാം. അതുകൊണ്ട് അവരിങ്ങോട്ട് കയറിപ്പോന്നു. എന്തായാലും ആ പയ്യനെ നാട്ടിൽ കൊണ്ടുവന്ന് അവർ അതിനെ അടക്കുകയൊക്കെ ചെയ്തു. അവിടെ പോസ്റ്റ്മോർട്ടം നടന്നതുകൊണ്ട് ഇവിടെ പോസ്റ്റ്മോർട്ടം നടക്കാൻ പറ്റത്തില്ലെന്നുള്ള നിയമവശങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. ഓക്കെ, എന്നാൽ അവിടെ മരിച്ചത് ഇവിടെ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ കേസുകളൊക്കെ നമ്മളെത്ര കേട്ടിരിക്കുന്നു, അത് വേറെ വിഷയം. ഓക്കെ, എനിവേ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിരിക്കുകയാണ്. ഇനി നമ്മൾക്കറിയാം ഇതിനു മുൻപേ അല്ലേ നമ്മൾ മെൽബണിൽ മറ്റൊരു സംഭവം നടന്നിരുന്നു. മെൽബണിൽ എന്തായിരുന്നു, മെൽബണിൽ ഒരു സാം എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരു സോഫി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസിൽ സൈനൈഡ് കാമുകനുമായി ചേർന്ന് സൈനൈഡ് കലക്കി കൊടുത്ത് കൊന്നിട്ട് നാട്ടി വന്നിട്ട് ഇതിലും വലിയ നാടകം അവൾ കളിച്ചതാണ് അല്ലേ. ആ മനുഷ്യൻ്റെ എന്താ പറയുക ശവമഞ്ചത്തിൻ്റെ മുൻപിലിരുന്ന് അവൾ ഭയങ്കര എന്താ പറയുക ബോധരഹിതയായി നിലത്ത് വീഴുന്നു. ഇങ്ങനത്തെ നാടകങ്ങളൊക്കെ കളിച്ചത് അവസാനം അവളാണ് കൊലപാതകി എന്ന് തെളിഞ്ഞു. അവസാനം ആ മെൽബൺ കോടതി ആ കോടതി പറഞ്ഞത് ഈ സ്ത്രീയിൽ യാതൊരു കുറ്റബോധവും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ശിക്ഷാവിധി പുറപ്പെടുവിച്ചത്. ഓക്കെ, എന്തായാലും കാമുകൻ്റെ ഭാര്യയാണ് എന്ത് ചെയ്തത്, ഇതിൻ്റെ ഒരു ചുക്കാൻ പിടിച്ച് ആ കേസ് മുൻപോട്ട് വരാൻ അവിടുത്തെ മെൽബണിലെ പോലീസിന് ഒരു രഹസ്യ വിവരം കൈമാറി. അതിൻ്റെ വെളിച്ചത്തിലാണ് കാമുകനും ഈ കാമുകയും കൂടെ അവിടെ അറസ്റ്റിലായത്. ഓക്കെ, എന്തായാലും അവിടെ ആ കാര്യത്തിനകത്ത് അത്രയെങ്കിലും നീതി അവിടെ കിട്ടിയ ഓർക്കണം. ആ സാം എന്ന് പറയുന്ന ആ മനുഷ്യനും അതുപോലെ ഈ കൊലയാളിയായ സോഫിയ എന്ന് പറയുന്ന സ്ത്രീക്കും ഒരു കൊച്ചു മോനുണ്ട് കേട്ടോ. കുഞ്ഞു മോനൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഇവർക്ക് അടുത്ത അവിഹിതം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആ ഒരു മനുഷ്യനെ കൊലപ്പെടുത്തി. ആ കൊച്ചിന് ആരില്ലാണ്ടായി, അപ്പനും ഇല്ലാണ്ടാക്കി, അമ്മയും ഇല്ലാണ്ടാക്കി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ഓർക്കണം, ഈ സാമിൻ്റെതും സോഫിയയുടെയും വിവാഹം എന്ന് പറയുന്നത് 10 വർഷത്തെ പ്രണയമായിരുന്നു കേട്ടോ. 10 വർഷത്തെ പരിശുദ്ധ പ്രണയമായിരുന്നു ഇവരുടെ വിവാഹത്തിൻ്റെ മുൻപേ ഉണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ സാൻജോ സുനിലിൻ്റെയും ലീഷ്മ ഫിലിപ്പിൻ്റെയും വിവാഹം എന്ന് പറയുന്നത് 8 വർഷത്തെ പ്രണയമായിരുന്നു. പ്രണയത്തിനൊടുവിലായിരുന്നു ഇവർ വിവാഹിതരായത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം വിളിച്ചോതുന്നത് എന്താണ്, പ്രണയം വേറൊരു വഴിക്ക് പോകും, ആത്മാർത്ഥത വേറൊരു വഴിക്ക് പോകും എന്നുള്ളതൊക്കെയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. പക്ഷേ എൻ്റെ ടോപ്പിക് ഇതൊന്നും അല്ല കേട്ടോ. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ക്രിസ്ത്യൻ കുടുംബങ്ങളാണ് കേട്ടോ. ആര്, ഈ സാൻജോ സുനിലും ലീഷ്മ ഫിലിപ്പും അതുപോലെ തന്നെ നമ്മുടെ സാമും സോഫിയും രണ്ടുപേരും ക്രിസ്ത്യൻ കുടുംബങ്ങളിൽപ്പെട്ടവരാണ്. പെന്തക്കോസ്തുകാരല്ല, ക്രിസ്ത്യൻ കുടുംബങ്ങളിൽപ്പെട്ടവരാണ്. ഓർക്കുക, ഈ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നമ്മൾക്കറിയാം ക്രിസ്ത്യാനികളുടെ ഇടയിൽ നമ്മളൊരു മാരേജ് കോഴ്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രീ മാരേജ് കോഴ്സ്, അതായത് മാരേജിന് മുൻപേ ഒരു കോഴ്സൊക്കെ കൊടുക്കും. അപ്പോൾ അതിനകത്ത് പറഞ്ഞു പഠിപ്പിക്കുന്നത് മുഴുവൻ എന്താണ്, നിങ്ങൾ ക്ഷമിക്കണം, മറക്കണം, പൊറുക്കണം, എല്ലാം ഒരേ മനസ്സിൽ മുൻപോട്ട് പോകണം. സത്യമൊക്കെ ശരിയാണ്. പക്ഷേ ഇനി ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു തിരുത്തും കൂടെ വരുത്തണം. മക്കളെ, നിങ്ങൾ വല്ല അവിഹിതത്തിലും ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ കൊല്ലാൻ നിൽക്കരുത്, അങ്ങ് ഡൈവോഴ്സ് കൊടുത്തിട്ട് നിങ്ങളുടെ വഴിക്ക് പൊക്കോണം എന്നുള്ളൊരു പഠിപ്പീരും കൂടെ ഇനി എന്തുണ്ടാകണം, ഈ പ്രീ മാരേജ് കോഴ്സിൻ്റെ മുൻപിൽ ഇവർക്ക് കൊടുക്കണം. ഇല്ല എങ്കിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തി വെക്കും. ഇവർക്ക് വേറെ അവിഹിതം കിളവൻ്റെ പുറകെ പോകുമോ, ഇനിയിപ്പോൾ അതല്ല ആരുടെ പുറകെ പോയാലും എന്തിനാണ് പങ്കാളിയെ കൊല്ലാനായിട്ട് നിൽക്കുന്നത്? നമ്മൾക്ക് ഡിവോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ നിയമ സംവിധാനം നമ്മളുടെ മുൻപിൽ ഒരുക്കി വെച്ചിരിക്കുന്നതാണല്ലേ. ആ ഡിവോഴ്സ് അങ്ങ് ചെയ്താൽ പോരായിരുന്നു. എന്തിനാണ് ആ മനുഷ്യന്മാരെ കൊല്ലുന്നത്, അവരുടെ ജീവിതം ഇല്ലാതാക്കുന്നത്, അവരുടെ കുടുംബത്തിന് ആ ഒരു മക്കളെ ഇല്ലാതാക്കുന്നത്? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. എന്തുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് തന്നെ അല്ലേ ഇത്രയും ഒരു ഉളുപ്പുമില്ലാതെ, അതും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട ഈ പിള്ളേർക്ക് യാതൊരു വിധത്തിലുള്ള ഉളുപ്പും
ഒന്നുമില്ലാതെ ഇവർക്ക് ഇങ്ങനെ ഒരു കൊലപാതകം നടത്താനൊക്കെ ഇവർക്ക് മനസ്സ് വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതിൻ്റെ ഒരു സീക്രട്ടിലോട്ട് ഞാൻ വരാം. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിന് യാതൊരു വിലയുമില്ല. പള്ളിയിൽ പോകും, ഞായറാഴ്ച പള്ളിയിൽ പോകും, ആണ്ടുകുമ്പസാരം നടത്തും, പിന്നെ എന്താണ് ബാക്കി എല്ലാ പരിപാടികളുമുണ്ട്, പള്ളിയിലൊക്കെ പോകും, എല്ലാം ഉണ്ട്. പക്ഷേ ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ വചനം എന്ത് പഠിപ്പിക്കുന്നുവെന്നും ഇവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ. പകരം പഠിപ്പിക്കുന്നത് എന്താണ്? എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കണം, വിദേശത്ത് പോകണം, പൈസ ഉണ്ടാക്കണം, നാട്ടുകാരുടെ മുൻപിൽ ഭയങ്കര ആർഭാടമായിട്ട് ജീവിക്കണം. ഈ 2 വിവാഹങ്ങളും ആർഭാട വിവാഹങ്ങളായിരുന്നു കേട്ടോ. ഭയങ്കര ആർഭാടമായിരുന്നു വിവാഹം. അതിൽ നമ്മുടെ എന്താ പറയുക, ഈ സാൻജോ സുനിലിൻ്റെതും ലീഷ്മ ഫിലിപ്പിൻ്റെതും വിവാഹത്തിൻ്റെ ഫോട്ടോകളൊക്കെ, അവരുടെ വിവാഹം എന്താ പറയുക, ആ ഒരു വിവാഹ ഫോട്ടോകളൊക്കെ നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ് കേട്ടോ. അവർ മാറ്റുന്നതിന് മുൻപ് വേഗം കാണേണ്ടവർ പോയി കണ്ടോ. ഓക്കെ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ആർഭാടമായിട്ടാണ് നടത്തുന്നത്. പക്ഷേ ഇവർക്ക് ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല. മനുഷ്യത്വം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. മനുഷ്യത്വം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരെ കൊല്ലാൻ ഈ 2 പെണ്ണുങ്ങൾക്ക് മനസ്സ് വരുമോ? മനസ്സ് വരത്തില്ല അല്ലേ? എന്തിനാ? അവിഹിതത്തിന് വേണ്ടിയാണ് ഇവരെ 2 പേരെയും ഇവർ കൊന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി അടുത്തത് എന്താണ്? അതിനകത്ത് ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയി. ഈ ലീഷ്മ ഫിലിപ്പിൻ്റെ കാമുകനായ ആ ഒരു എന്താ പറയുക, കിളവൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ, അയാളുടെ പേര് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് കിളവൻ എന്ന് പറയുന്നത്. അയാൾ നല്ല പ്രായമുള്ള മനുഷ്യനാണ്. ഓക്കെ. അപ്പോൾ അവൻ്റെ ആദ്യ ഭാര്യയും എന്താണ്? ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പക്ഷേ അത് ആത്മഹത്യ എന്ന് എഴുതിത്തള്ളി. അവിടെ അവൻ കൊന്നതാണ് എന്ന് 100% ഉറപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ സാൻജോയുടെ കൊലപാതകത്തിൽ നടന്നിരിക്കുന്നത്. കാരണം ഇവന് അവിടെ ആ പെണ്ണിനെ കൊന്നു, എന്നിട്ട് അത് ആത്മഹത്യയാക്കി മാറ്റി. അപ്പോൾ ഇവന് മനസ്സിലായി ആ ഒരു രീതിയിൽ കൊന്നു കഴിഞ്ഞാൽ ഇവിടെയും പിടിക്കപ്പെടത്തില്ല എന്നുള്ള ഒരു ഉറച്ച ബോധമുള്ളത് കൊണ്ടാണ് അവൻ ഇവിടെ വന്ന് സാൻജോയിനെ ഇവനും ഇവളും കൂടെ കൊന്നു. എന്നിട്ട് ഇവർ അതിനെ മറയ്ക്കുന്ന വിധത്തിൽ ഇവരെന്ത് ചെയ്തിരിക്കുകയാണ്? എന്തോ ഉറക്ക ഗുളിക കൊടുത്തോ, എന്തോ സംതിങ് കൊടുത്തു. കാരണം വിദേശത്തൊക്കെ നമ്മൾക്ക് ഇവിടുത്തെ പോലെ അല്ലല്ലോ. ഇവിടത്തിനെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ, കാരണം പ്രത്യേകിച്ച് ഈ പെണ്ണ് നേഴ്സൊക്കെയാണ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും കൊടുത്ത് ഈ മനുഷ്യനെ കെട്ടിത്തൂക്കിയതാവാനാണ് 100% അതിനകത്തെ ചാൻസ് ഇരിക്കുന്നത്. കാരണം ഇയാളുടെ, അതായത് ഈ കിളവൻ എന്ന് പറയുന്ന ഇയാളുടെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആളുടെ കാമുകിയുടെ ഭർത്താവും ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകും അതും കൊലപാതകമാണ്. ഇയാളുടെ ആദ്യ ഭാര്യയുടെ മരണവും കൊലപാതകമാണ്, ഇതും കൊലപാതകമാണ്. കാരണം ഇവർ അത് തിരിച്ചറിയപ്പെടാത്ത രീതിയിൽ എന്തോ സംതിങ് ഇവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കെട്ടിത്തൂക്കുകയാണ് ചെയ്തത് എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇനി നിങ്ങൾ വിചാരിക്കും വിദേശത്താണെങ്കിലും അവിടെ നമ്മുടെ എന്താ പറയുക, എഫിഷ്യൻ്റ് ആയിട്ടൊരു വ്യക്തി, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത റിലേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി കൊണ്ടുപോയി എന്ത് കൊടുക്കണം? കംപ്ലൈൻറ്റ് കൊടുത്താലേ ഇവർ അതിൻ്റെ പുറകെയൊക്കെ തൂങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ മലയാളികളുടെ എന്താ പറയുക, വേറെ എവിടുന്നോ വന്ന് താമസിക്കുന്ന ആൾക്കാരുടെ ഒന്നും പുറകെ പോകാൻ അവിടുത്തെ പോലീസുകാർക്ക് ടൈമൊന്നുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ്. ഓക്കെ. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടായി ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ട് ഇവർ ഇങ്ങനെയൊക്കെയുള്ള ക്രൂരതയിലേക്ക് ഇവരുടെ മനസ്സ് പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾക്ക് ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എന്താണെന്നറിയാമോ? നമ്മൾ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്, ഈ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലോട്ട് വന്നു കഴിയുമ്പോൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, എന്ത് പാപം ചെയ്താലും ഒന്ന് കുമ്പസാരിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ പാപമെല്ലാം കർത്താവ് അങ്ങ് ക്ഷമിക്കുമെന്നുള്ള ഒരു മണ്ടൻ പഠിപ്പീര് ഇന്ന് എവിടെ കടന്നുകൂടിയിരിക്കുകയാണ്? ക്രിസ്ത്യൻ സമൂഹത്തിൽ ഡേഞ്ചറായിട്ട് കടന്നുകൂടിയിരിക്കുകയാണ്. ഓർക്കുക, ഈ കുമ്പസാരം എന്ന് പറയുന്ന പരിപാടിയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിനകത്ത് എവിടെയെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ബൈബിളിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടോ? കത്തോലിക്ക ബൈബിളിനകത്തോ, ഓർത്തഡോക്സ് ബൈബിളിനകത്തോ, പെന്തക്കോസ്ത ബൈബിളിനകത്തോ, CSIക്കാരുടെ ബൈബിളിനകത്തോ, അല്ലെങ്കിൽ മർത്തോമക്കാരുടെ ബൈബിളിനകത്ത്, ആരുടെയെങ്കിലും ബൈബിളിനകത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടോ? പറഞ്ഞു വെച്ചിട്ടില്ല. പിന്നെ ഇത് എവിടുന്നാണ് വന്നേ? ആർക്കും അറിയത്തില്ല. എവിടുന്നോ വന്ന്, പണ്ട് തൊട്ടേ വന്ന്, ഞങ്ങളതിപ്പോൾ അങ്ങ് പിന്തുടരുന്നു എന്ന് വെച്ചാൽ, കുമ്പസാരക്കൂട്ടിൽ നമ്മളെപ്പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പാപം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാപമോചനം ലഭിക്കുകയാണോ? ഇല്ല. വിശുദ്ധ ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്? വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനോട് പാപം ഏറ്റു പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കർത്താവായ യേശുക്രിസ്തുവാണ് പാപപരിഹാര ബലിയായി തീർന്നത്. അതുകൊണ്ട് ആ ദൈവത്തോട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? പാപക്ഷമ കിട്ടത്തുള്ളൂ. ഇനി യോഹന്നാൻ്റെ ലേഖനത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, എല്ലാ പാപത്തിനും ഒന്നും ക്ഷമ കിട്ടത്തില്ല എന്ന് വെച്ചാൽ മരണകരമായ പാപങ്ങളുണ്ട്. ക്ഷമിക്കണോ വേണ്ടയോ എന്നുള്ളത് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചിരിക്കും. അല്ലാതെ എല്ലാ പാപത്തിനും ക്ഷമ കിട്ടുമെന്നൊന്നും വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നില്ല. പിന്നെ ഈ കുമ്പസാരക്കൂട്ടിൽ പോയി ഇരുന്നിട്ട് എന്ത് പാപം ചെയ്താലും അതിനെന്തെങ്കിലും ഒരു ചെറിയ പ്രായശ്ചിത്തം കൊടുക്കും. അപ്പോൾ ഞാനൊക്കെ കത്തോലിക്ക ഉണ്ടായിരുന്നപ്പോൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ എനിക്കൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവ്, ഒരു നന്മ നിറഞ്ഞു പറയും, ഒരു ത്രിത്വസ്തുതി, ഇത് 3 ചൊല്ലാനാണ് എപ്പോഴും പറയുന്നത്.
അത് കവിഞ്ഞൊരു ശിക്ഷയില്ല, അത്രേ ഉള്ളൂ. കാരണം അന്ന് നമുക്കും ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ഉള്ളല്ലോ. അത്രേ ഉള്ളൂ. ഇതൊക്കെ ചെയ്തിട്ട് ഇത്രയൊന്നും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പാപമോചനം കിട്ടുവാണോ? അല്ലല്ലല്ല. ഈ പാപമോചനം എങ്ങനെയാണ് കിട്ടുന്നത്? പാപമോചനം ആദ്യം ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടാകണം. എനിക്ക് അതിനോടൊരു എന്താണ്, അത് ഞാൻ ചെയ്തു പോയല്ലോ എന്നുള്ളൊരു മനസ്താപം, ഒരു പശ്ചാത്താപം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതിനുശേഷം ഞാൻ ദൈവത്തോട് അത് ഏറ്റുപറഞ്ഞ് ഇനി ഒരിക്കലും അത് ചെയ്യത്തില്ല എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ തീരുമാനമെടുത്ത് അത് ഒരിക്കലും ചെയ്യാതിരിക്കണം. പ്രായശ്ചിത്തം ചെയ്യേണ്ടതാണെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യണം. എന്ന് വെച്ചാൽ ആരുടെയെങ്കിലും എന്തെങ്കിലും കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. ആരുടെയെങ്കിലും പൈസ പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യണം. എന്നാലേ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് നമ്മൾക്ക് കിട്ടത്തുള്ളൂ? ഒരു പാപമോചനം കിട്ടത്തുള്ളൂ. അതിന് പകരം ഇന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കുമ്പസാരക്കൂട്ടിൽ കയറി അച്ഛനോട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെത്രാനോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പരിപൂർണമായി പാപമോചനം കിട്ടിയെന്ന് കുഞ്ഞാടുകളെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി കുഞ്ഞാടുകൾക്ക് എന്താണ്? കൊല്ലാനും മടിയില്ല, തല്ലാനും മടിയില്ല. കാരണം കുമ്പസാരിച്ചു കഴിഞ്ഞാൽ പാപമോചനം കിട്ടുമല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യാനും കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് ക്രിസ്ത്യൻ സമൂഹം അധപതിച്ചു പോയിരിക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ആരാണ് അതിന് ഉത്തരവാദി എന്നും കൂടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാരണം വിശുദ്ധ ബൈബിളിനകത്ത് പറയാത്തതിൻ്റെ പുറത്തുള്ളത് ഒന്നും ഒരു ക്രിസ്ത്യാനിക്ക് ചേരുന്നതല്ല. അത് ക്രിസ്തുവിൻ്റെ പഠിപ്പീരുകളല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ പ്രീ മാരേജ് കോഴ്സ് കൊടുക്കുന്നവരോടൊക്കെ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങൾ ഇത്രയും കൂടെ പറഞ്ഞു കൊടുക്കണം. സഹിക്കണം, ക്ഷമിക്കണം, എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ അവസാനം ഒരു വാക്കും കൂടെ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് വല്ലോ കുഴിയിലും ചെന്ന് പെട്ടാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നിയാൽ ദയവ് ചെയ്ത് നിങ്ങളുടെ സയനൈഡ് കൊടുത്തും എന്താ പറയുക, കെട്ടിത്തൂക്കാനും ഒന്നും പോകരുത് കുഞ്ഞുങ്ങളെ. നിങ്ങൾ മാന്യമായ ഡിവോഴ്സ് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കൊള്ളുക എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു ഗഡ്സ് ആർക്കുണ്ടാകണം? ഈ പ്രീ മാരേജ് കോഴ്സ് നടത്തുന്നവർക്ക് ഉണ്ടാകണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഇല്ല എങ്കിൽ ഒരുപാട് കുടുംബങ്ങളിൽ ഇതുപോലെ ആൺമക്കളും പെൺമക്കളും ഇല്ലാതാകും. ഒരുപാട് അപ്പനും അമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങൾ നഷ്ടമാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. ആ നഷ്ടം നികത്താൻ നിങ്ങളെ കൊണ്ട് ആരെയും കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് പ്രീ മാരേജ് കോഴ്സിന് വരുമ്പോൾ ഇത്രയെങ്കിലും പറഞ്ഞു കൊടുക്കുവാൻ തയ്യാറാകുക. ഇനി അടുത്തതൊന്നും കൂടെ പറയാം കേട്ടോ. കാരണം എന്തിൻ്റെ പേരിലാണെങ്കിലും ഇനി എന്താണ്, നമ്മളെ വേണ്ടാത്തവരെ നമ്മൾക്കും വേണ്ട എന്ന് വെച്ചാൽ തീരാവുന്നതേ ഉള്ളൂ വിഷയങ്ങൾ. അതും കൂടെ തിരിച്ചറിയുക. കാരണം ഈ സ്നേഹം എന്ന് പറയുന്നത് അങ്ങോട്ട് കൊടുക്കുന്നത് മാത്രമല്ല, അത് ഇങ്ങോട്ടും കൂടെ കിട്ടണം. ബഹുമാനവും അങ്ങനെ തന്നെ, അങ്ങോട്ട് കൊടുത്താൽ മാത്രം പോരാ, അത് ഇങ്ങോട്ടും കൂടെ കിട്ടണം. എന്നാലേ എല്ലാം സ്മൂത്തായിട്ട് പോകത്തുള്ളൂ. അല്ലാതെ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് ഒത്തിരി നാൾ നമ്മൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും തിരിച്ചറിഞ്ഞും ഇവർക്ക് ഇതും കൂടി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. വേണ്ട എങ്കിൽ ഡിവോഴ്സ്, അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാതെ കൊലപാതകത്തിനകത്തോട്ട് പോകരുത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. എന്തായാലും ആ രണ്ട് സാമിൻ്റെ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ സാമിൻ്റെ ഇപ്പോൾ വർഷങ്ങളായി, എന്നാലും സ്വന്തം മക്കൾ മരിച്ചത് ഒരു അമ്മയപ്പന്മാർക്ക് ഒരിക്കലും മറക്കുവാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സാൻജോ സുനിൽ, അവരുടെ കുടുംബമൊക്കെ വേദനയിലായിരിക്കും. അവർക്ക് സാമിൻ്റെ കുടുംബത്തിന് കുറച്ചെങ്കിലും ഒരു 50% എങ്കിലും അവർക്ക് നീതി കിട്ടിയെന്ന് പറയാം. എന്നാൽ ഈ സാൻജോ സുനിലിൻ്റെ കുടുംബത്തിന് നീതി കിട്ടട്ടെ. അതിനും അവിടെ അയർലൻഡിലുള്ള സമൂഹം ഒന്ന് ഉണർന്ന് എഴുന്നേൽക്കണമെന്നൊരു ചെറിയ അഭ്യർത്ഥന മാത്രം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.